നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അടുത്ത ഘട്ടത്തിൽ അതൊക്കെ വേണ്ടിവരും. നന്നായി പ്രാർത്ഥിക്കും. കാണാം. ശരി സാറേ. അടുത്ത ഇനി എന്താ അർജുൻ? ആദ്യം ആണ്ടവനെ ഒന്ന് കണ്ടുപിടിക്കണം. അതിന് SP കിരണിന്റെ ഹെൽപ്പ് വേണം. കിരണിനെ ഒന്ന് കാണണം. ബാക്കി കാര്യങ്ങൾ കിരണുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. എന്നാ ഞാൻ ഇറങ്ങാം. ശരി, താങ്ക് യു. വെൽക്കം. കനകേച്ചി, അമ്മ നമ്മളോടൊരു വാക്ക് പോലും പറയാതെ അങ്ങ് പോയല്ലോ. അതൊട്ടും ശരിയായില്ല. എനിക്കെന്തോ വല്ലാത്തൊരു മനപ്രയാസം തോന്നുക. എന്റെ പൊന്നുമോളെ, ഞാൻ ഈ കാര്യത്തിൽ അമ്മയുടെ പക്ഷത്താ. സ്വന്തം മോളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നതെന്നറിയുമ്പോ ഏതെങ്കിലും അമ്മമാർക്ക് ഇരിപ്പുറയ്ക്കോ, സഹിക്കാൻ പറ്റുമോ? മോളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിപ്പാഞ്ഞു പോവും. യാത്ര പറയാനൊന്നും തോന്നില്ല. അതിനിപ്പോ ഈ അരുണമ്മ ചേച്ചിക്ക് എന്ത് പറ്റി നീ പറയുന്നേ? നന്ദേട്ടൻ കാണിക്കുന്നത് എടുത്തുകാട്ടാണെന്നിരിക്കട്ടെ, പൂജ അർജുനും തിരിച്ചറിവുള്ളവരാണല്ലോ. അവരാലോചിച്ചുറപ്പിച്ചല്ലേ എന്തെങ്കിലും ചെയ്യുള്ളൂ. അതുപോലെ കുടുംബത്തിനൊരു ശാന്തതയൊക്കെ വേണ്ടേ ചേച്ചി? അല്ല വേണ്ടേ മോളെ? ഈ കമ്മീഷണർ തളച്ചാലേ നമുക്കൊരു സമാധാനം കിട്ടൂ. അപ്പോ അതിനുവേണ്ടി ഇങ്ങനെ ചില മാർഗങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, റാണിയുടെ സ്വഭാവം നമുക്കറിയാലോ. ഈ കുടുംബത്തിൽ കടന്നു കയറി അവൾ എന്തെല്ലാം ദ്രോഹങ്ങളാ കാണിച്ചു കൂട്ടിയത്. അവളിങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മ എങ്ങനെയായിരിക്കും? റാണിയുടെ അമ്മ ഒരു പാവം സ്ത്രീയാണെന്നാ പൂജേച്ചി പറഞ്ഞത്. പൂജേച്ചി അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോ ശുശ്രൂഷിച്ചതൊക്കെ അവരാന്നാ ഞാൻ അറിഞ്ഞത്. അതെ, അതങ്ങനെ തന്നെയാ കനകേച്ചി. നമ്മൾ കരുതുന്നതിലൊക്കെ നല്ല മനസ്സാസ്ത്രീക്കെന്നാ പൂജമോള് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മോളെ, എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നന്ദസാറിന്റെ പഴയ ബന്ധക്കാരിയാണേ. ബന്ധക്കാരിയും കൊണ്ട് ഭാര്യയുടെ അടുത്ത് ചെല്ലുന്നത് അസംബന്ധമാണ്. ഒരു ഭാര്യ സഹിക്കില്ല, ഭാര്യയുടെ രക്ഷകർത്താക്കള് സഹിക്കില്ല. ആന്റി, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പൂജേച്ചിയോടും അർജുൻ സാറിനോടും പറഞ്ഞ് ആ സ്ത്രീയെ ഒരു അനാഥാലയത്തിലാക്കാം. വേറെ അനാഥാലയം എന്തിനാ? സ്നേഹസദനം നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ. സ്നേഹമോള് പറയുന്ന ഒരു ന്യായമായിട്ടുള്ള കാര്യ. നന്ദസാറിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് ഒട്ടും മര്യാദയുള്ള കാര്യമല്ല. എന്തായാലും അർജുനും പൂജയും വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് എല്ലാത്തിനും ഒരു വ്യവസ്ഥ ഉണ്ടാക്കാം. പൂജേച്ചി ആ ആശുപത്രിയിൽ അവരെയും കൊണ്ട് നന്ദൻ സാറിന്റെ വീട്ടിൽ പോയി അവരെ ഏൽപ്പിച്ചിട്ടല്ലേ വരത്തുള്ളൂ. അർജുൻ സാർ ഇന്ന് SP കാണാൻ പോകുന്നു പറഞ്ഞിരുന്നു. ഇതിപ്പോ പൂജ വരുന്നത് വരെ എനിക്കൊരു സമാധാനമില്ല. എന്തായാലും ഇനി പേടിച്ചു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഇനിയിപ്പോ എല്ലാം വരുന്നത് പോലെ വരട്ടെ. മോളെ, പൂജ മോളെ ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ട, എനിക്കെന്തോ ഒരു പേടി തോന്നുക ചേച്ചി. നന്ദേട്ടന്റെ വീട്ടിൽ ചെല്ലുമ്പോ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതിപ്പോ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നന്ദേട്ടൻ എന്ത് ചെയ്യുവോ? അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ. അധികം വൈകാതെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അർജുനൊന്ന് വേഗം വന്നിരുന്നെങ്കിൽ അവൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം കിട്ടുമായിരുന്നു. ആണ്ടവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതോടെ നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ ആയി. ജയിലിൽ സ്വാതിയുടെ അച്ഛനെ കാണാൻ വന്ന ആ വിസിറ്റർ 6 പ്രാവശ്യം സന്ദർശിച്ച ആ പെണ്ണ് ആരാണ്? ഈ 2 കാര്യങ്ങൾക്കും കൃത്യമായ റിസൾട്ട് കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പം. എടോ, ഈ ജയിലിൽ വന്ന വിസിറ്ററെ കുറിച്ച് എനിക്ക് സംശയമേ ഇല്ല. അത് പ്രിയ തന്നെയാ. ഇനി അതല്ലെങ്കിൽ റാണി. റാണിയാകാൻ സാധ്യതയില്ല. മിസ്സിംഗ് കേസുള്ള റാണി ഒരു സാഹചര്യത്തിലും അവിടെ എത്തില്ല, അത് ഉറപ്പാ. പ്രിയെ തന്നെ ഫോക്കസ് ചെയ്യാം. സ്നേഹസദനത്തിൽ പ്രിയ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അവിടെ മധുവാന്റെയും വസന്തനങ്ങളും പ്രിയെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും മാത്രമല്ല, സ്നേഹസദനിലെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധ പ്രിയയിൽ തന്നെയുണ്ട്. ഓക്കെ, ഗുഡ്. നമുക്കിപ്പോ ആണ്ടവനിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. പൂജ, എന്തായി കാര്യങ്ങൾ?
അഞ്ജനാമ്മ എന്റെ മധു ആന്റിയുടെ ഒപ്പം ഉണ്ട്. ഓ ഗ്രേറ്റ്. അല്ല, വേറെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നടന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രോബ്ലം വേറൊന്നാ. എന്താ? അഞ്ജനാമ്മയെ ഒന്നിച്ച് ഞാനും മധു ആന്റിയും അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ പെരുവഴിയില്ല. എങ്ങോട്ട് പോണെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു നിശ്ചയമില്ല. ആ, എന്ത് പരിപാടോ? അഞ്ജനാമ്മയും കൊണ്ട് നേരെ വീട്ടിലേക്കാ പോയത്. അതായത് അമ്മ വീട്ടിലേക്ക്. അവിടെ അച്ഛമ്മയുണ്ട്. അവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വലിയ ബഹളമായി. അമ്മയ്ക്ക് അച്ഛമ്മയെ അനുസരിക്കേണ്ടതായിട്ട് വന്നു. പാവ അഞ്ജനാമ്മ വലിയ ഉറപ്പുകളൊക്കെ കൊടുത്ത അവിടെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ ഇങ്ങനൊരവസ്ഥയില് ആശുപത്രിയില് ഒരു മുറിയും കിടക്കെങ്കിലും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ മുകളിൽ ആകാശവും താഴെ ഭൂമി. ഇവിടെ താൻ്റെ ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് അല്ലേ? നമ്മുടെ വീട്ടിലേക്കോ? അതെ, നമ്മുടെ വീട്ടിലേക്ക്. താൻ ധൈര്യമായിട്ട് കയറിച്ചല്ലേ? അല്ല ചേട്ടാ, അത് അച്ചേട്ടൻ കൂടെ ഇല്ലാതെ. ഞാനങ്ങ് എത്തിക്കോളാം, നിങ്ങള് പേടിക്കാതെ ചെല്ല്. കാര്യങ്ങള് താൻ എന്റെ യുക്തിക്ക് അങ്ങ് കൈകാര്യം ചെയ്താൽ മതി, ഒരു കുഴപ്പം വരില്ല. ശരിയാ ചേട്ടാ, ഞങ്ങളെന്നാ വീട്ടിലേക്ക് പോവാ. ആ ഓക്കെ. മധു ആന്റി, അഞ്ജനാമ്മേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാൻ ഇവിടെ ആശുപത്രിയിൽ കഴിഞ്ഞോളാന്ന്. ഞാൻ കാരണം പല കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവൂന്ന്. അമ്മ വിഷമിക്കാതെ. ഇതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതെ, ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിന്നാ മതി. പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടോളാം. വാ. മാധുരി എവിടെ? സ്നേഹമോളെ വിളിക്കാൻ പോയിരിക്കുക. സാധാരണ മാധുരിയാണല്ലോ എല്ലാവരും വിളിച്ചിരുത്തുന്നത്. അമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമം മാധുരിമോളെ കുറച്ചൊന്നും അല്ല വിഷമിപ്പിക്കുന്നത്. അതിന് അമ്മ പോയിരിക്കുന്നത് സ്വന്തം മകളുടെ ഒപ്പം നിൽക്കാനല്ലേ, പിന്നെന്താ? അതൊന്നും മാധുരിമോക്ക് വിഷയമല്ല. അമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാകുന്നതാ മാധുരിമോക്ക് ഇഷ്ടം. ആ, വരുന്നുണ്ട്. നിനക്കിത് എന്താ പറ്റിയത്? അമ്മ അരുണിമയുടെ അടുത്തല്ലേ ഉള്ളത്, പിന്നെന്താ? അമ്മ ഇങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ ആനന്ദേട്ടാ, അതുകൊണ്ടാ. അതുമല്ല, അമ്മ കൃത്യമായിട്ട് മരുന്നെടുത്ത് കഴിക്കണമെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കണം. അമ്മേ, അച്ഛമ്മ കൃത്യമായി മരുന്നൊക്കെ കഴിച്ചോളും. അമ്മ വിശന്നിരിക്കാതെ ആഹാരം കഴിക്കുക. എനിക്കിപ്പോ വേണ്ടാത്തോണ്ടാ മോളെ, സത്യമായിട്ടും വിശപ്പ് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അറിയാലോ, ഈ വീട്ടിൽ ആരും വിശന്നിരിക്കുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല.